ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ചെറുപയർ, മുളപ്പിച്ച ചെറുപയറാണ്. കണ്ട മുള വന്നിട്ടുണ്ട് പയറിന്, കാണാമല്ലോ മുള വന്നതാണ്. ഇതൊരു 2 ദിവസം ഇട്ടപ്പോൾ മുള വന്നതാണ്. ഇത് ഏകദേശം ഈ ഒരു കപ്പിന് ഒരു 2.25 കപ്പ് മുളപ്പിച്ച പയറാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ വേണം, ജീരകം, ഒരു പച്ചമുളകും കൂടെ വേണം. നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇതിലോട്ട് ഞാൻ 3 ടീസ്പൂൺ തേങ്ങയാണ് ഇടുന്നത്. ഒരു പച്ചമുളക് ഇട്ടു. ഒരു 3 ടീസ്പൂൺ തേങ്ങ അരയ്ക്കാനാണ്. 3 ടീസ്പൂൺ തേങ്ങ ഇട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മതി ജീരകം. അത് ഞാനൊന്ന് കഴുകിയെടുക്കണം. ജീരകം ഞാൻ കഴുകിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുക്കാം. നമ്മളിതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാണ് അരച്ചത്. ഈ നമ്മളെടുത്ത അളവിൻ്റെ ആ 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചിരിക്കുന്നത്. ഇവിടെ പയർ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു ചെറിയ 2 കയ്യിൽ നമ്മുടെ സാധാരണ ദോശമാവുണ്ട്, അതിട്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം. നമ്മൾ പയറിടുമ്പോൾ തന്നെ പയറിൻ്റെ കൂടെ ഉഴുന്നും കുറച്ച് അരിയും കൂടെ ഇട്ട് അരയ്ക്കാറുണ്ട് സാധാരണ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഈ മാവുള്ളതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തു. ഇതിനൊരു മക്ക് ചുവ കാണും. പയർ മാത്രമായിട്ട് ഉണ്ടാക്കാം, പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഒരു മക്ക് ചുവ കാണും ഇതിന്. നമുക്കിനി ദോശ ഇടാം. വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം എണ്ണ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം നമുക്ക്. അതെ, ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആയിട്ടുണ്ടോന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഗുണപ്രദമാണിത്. നല്ല പോഷക സമ്പുഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നേരം കണ്ടതിന് നന്ദി. നമസ്കാരം.